വലിയ കല്ലുമുട്ടി നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ വെള്ളപ്പൊക്കം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പം മഴ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഞാനെടുത്തു കുറച്ച് മീൻ ഇവിടെ വന്നിപ്പുണ്ട്, കല്ലുമുട്ടി പോലത്തെ മീൻ. അപ്പൊ നമുക്ക് ചൂണ്ടയിടാന്ന് വിചാരിച്ചു. ഞാൻ ചൂണ്ടയൊക്കെ സെറ്റാക്കി തീറ്റയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ചൂണ്ടയിടാം. ഇന്നത്തെ ദിവസം ചൂണ്ട ദിവസമായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. മീൻ നമ്മൾ ചൂണ്ടയിടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടെറസിൻ്റെ ഈ സ്റ്റെപ്പിൽ നിന്നിട്ട് അപ്പുറത്തോട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പുറത്തോടാണ് ഇടുന്നത്. അപ്പൊ എന്തുവാ സാധാരണ മീനൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, നമുക്ക് നോക്കാം. അതാണ്ട് അപ്പുറത്തെ മതിലിന്റെ ആ വീടിന്റെ അവിടോട്ടാണ് ഞാൻ ചൂണ്ടയിടാൻ പോകുന്നത് ഗൈസ്. മഴ പെയ്യുന്നത് കണ്ടോ ഗൈസ്? ഇന്ന് രാവിലെ തൊട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ വെള്ളം ഇറക്കമുണ്ട്. നേരത്തെ കുറച്ചുകൂടി ഉണ്ടായിരുന്നു, പക്ഷെ വെള്ളം ഇറക്കമുണ്ട്. ചൂടുവെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. തണുപ്പായതുകൊണ്ട് ചിലപ്പോൾ തൊണ്ടവേദനയൊക്കെ എടുക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇപ്പം നമ്മുടെ ഫോൺ ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് വെക്കണം, എന്നാലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ മീൻ പിടിക്കുന്നത്. ഇതാണ് കല്ലുമുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇച്ചിരി വലിയ കല്ലുമുട്ടി നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഞാൻ തന്നെ പിടിച്ചതിന്റെ കല്ലുമുട്ടിയാണ്, വെള്ളപ്പൊക്കത്തിലെ കല്ലുമുട്ടി. അപ്പൊ നമുക്ക് ഇതിനെ ഊരിയിടാം ഗൈസ്. അച്ചാച്ചനെ വിളിക്കാം, ഞാൻ ഊരത്തില്ല, എനിക്ക് പേടി. ഇതിന് മുള്ളു ഭയങ്കര മുള്ള. കണ്ടോ? അയ്യോ ഭയങ്കര ചെടയായി മീന്. പക്ഷെ അതേണ്ട അമ്മ അത് ഊരിയെടുക്കുന്നുണ്ട് എങ്ങനെയൊക്കെയോ. അടുത്ത മീനെ പിടിക്കാൻ വേണ്ടി നമുക്കൊരു ഇത് കയറിയിട്ടുണ്ട്. ഒരു മീനെ കിട്ടിയപ്പോ സന്തോഷമായില്ലേ? അപ്പൊ നമുക്ക് അടുത്ത വീണ്ടും നമുക്ക് മീനെ കിട്ടി. സോ ഇത് ഇച്ചിരി കുഞ്ഞു മീനാ കേട്ടോ, കണ്ടാല് കുഞ്ഞു കല്ലും. നമുക്ക് സന്തോഷമായിട്ടുണ്ട്, കുഴപ്പമില്ല. വറുത്തൊക്കെ തിന്നെ അടിപൊളിയാണ്. നമ്മള് ഇതിനെ കൊടുത്തിട്ട് വരാവേ. അമ്മേ ഞാനിപ്പോ ഫോൺ വേറൊരു സ്ഥലത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ്. Oh my God. കണ്ടോ ഗൈസ്? അമ്മേ വേറെ മീനും കൂടി കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ സൈസ് ഒന്നുമല്ല, ഇത് കുറച്ചുകൂടി മറ്റേ ഇപ്പൊ കിട്ടിയതിനേക്കാളും കുറച്ചുകൂടി വലുതാ കേട്ടോ. അപ്പൊ നമുക്ക് ഇത് അച്ചാച്ചന് ഊരാൻ കൊടുക്കാം. അച്ചാച്ചന് ഇത് വലുതായിട്ട് ഊരാന്നും അറിയത്തില്ല, അത് വേറൊരു കാര്യം. ഇനി നമുക്ക് വലിയ മീനെ കിട്ടാൻ വേണ്ടി നമുക്കൊരു വലിയ ഉണ്ടയിട്ട് നോക്കാം. ഞാനൊരു വലിയ ഉണ്ടയിടാൻ പോവാം. ദൈവമേ, എനിക്കൊരു വലിയ മീനെ കിട്ടണേ. വീണ്ടും നമുക്കൊരു മീനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. വഴിയിലെ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെളിയിൽ വന്നിട്ട് ചൂണ്ടയിടാന്ന് വിചാരിച്ച് നമുക്ക് നോക്കാം കിട്ടുമോ ഇല്ലയോ എന്ന്. അവിടെ നമുക്ക് കുറച്ച് കിട്ടി ആ സൈഡിൽ നിന്നപ്പം. ഇനി ഇവിടെ നോക്കാം. അങ്ങനെ ചൂണ്ട കണ്ട അവിടെ ഇട്ടിട്ടുണ്ട്. കൊത്തുണ്ടായിരുന്നു അവിടെ, നല്ല കൊത്തുണ്ടായിരുന്നു. കൊത്തുണ്ടായിരുന്നെന്നാണ് പറയുന്നത്, പക്ഷെ എനിക്കറിയത്തില്ല അവിടെ കൊത്ത് ഞാൻ കണ്ടില്ല. എടി ഒന്ന് തന്നേടി, എത്ര നേരം വൈകിടാൻ തുടങ്ങിയിട്ട്. നമ്മളിടുമ്പോൾ കിട്ടും ഗൈസ്, നമ്മളിടുമ്പോഴേ ഇത് കിട്ടാത്തുള്ളൂ. എടി തന്നേ. അയ്യോ ശരിയാ, കിട്ടി ഗൈസ്. അച്ചാച്ചന് ഇത് എടുക്കേണ്ട ആളുകൾ ഇവിടെ ഇല്ല കേട്ടോ. വാവ്, നൈസ് കല്ലുമുട്ടി. ഇതാണ് ശരിക്കും കറുത്തു പോയ കല്ലുമുട്ടി. കുറച്ച് പച്ച കളർ കൂടുതലായിരുന്നു അല്ലേ? ഇന്ന് ഞങ്ങൾ ഫുൾ മീൻ പിടുത്തമാണ് ഗൈസ്. നമ്മുടെ പാടം നടന്ന് മീൻ പിടിക്കും. പിന്നെ പാടത്തിൽ ഏതെങ്കിലും മീൻ പിടിക്കാൻ പറ്റും. അപ്പൊ ഗൈസ് നമ്മള് കല്ലുമുട്ടിയാണ് ഇവക്ക് കിട്ടുക. ഇവക്ക് കിട്ടത്തില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്, കാരണം ഇവൾക്ക് അത്ര വലിയ കഴിവൊന്നുമില്ല മീൻ പിടുത്തത്തില്. പക്ഷെ ഇതിന് അതൊക്കെ അപ്പൊ ഇതിന് ഒരു മീൻ കിട്ടിയതിന്റെ ഷോ ആണ് ഈ കാണിക്കുന്നത്. ഉടനെ തന്നെ ഫോട്ടോ എടുക്കണമെന്നൊക്കെ സത്യം പറയാലോ. നല്ല ഇതാണ് പെണ്ണിന് ഒരു മീൻ. പിന്നെ ഒരു മീൻ കിട്ടിയതിന്റെ സന്തോഷം. ചെയ്താലും മീൻ വരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ അപ്പച്ചന്മാരൊക്കെ ചെയ്യുന്ന പോലെ ഇരുന്നങ്ങ് കാണിക്കുവാണ്. ഓക്കെ, അപ്പൊ അവിടുന്ന് മീൻ വന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. നോക്കിക്കോ. ഒരു ചൂണ്ട ഞാൻ പൊട്ടിച്ചു കേട്ടോ. അയ്യോ അയ്യോ, കുറച്ചു നേരമായി അവിടെ തന്നെ ഇടുന്ന്, ഒന്നും വന്ന് കൊത്തിയിട്ടില്ല. അപ്പം മനസ്സിലാക്കാലോ, ഇങ്ങനെ ചെയ്തിട്ട് ഇടണ്ട, മീൻ വരത്തില്ലെന്ന്. ചിലർക്കൊക്കെ അറിയുന്നവർ ചെയ്താൽ ചിലപ്പോൾ മീൻ വരുമായിരിക്കും. ഇത് അറിയാത്തവരൊക്കെ ഈ ചെയ്ത് വെച്ചാൽ മീൻ വരുമോന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ ശരി. ഇവിടെ കൊത്തില്ല, നമ്മൾ ഇനി ഇതിന്റെ അകത്തോട്ടം. അയ്യോ എനിക്ക് മീനെ കിട്ടി ഗൈസ്. പക്ഷെ അത് അവിടെ ഉടക്കി ഇരിക്കുവാണ്, കണ്ടോ? ഇതിനെ എടുത്തെറിയണോ എങ്ങനെയും? എന്റെ കൈ ചൂണ്ടയാ.
അങ്ങനെ രേഖ മീൻ ഗൈസ് നമ്മുടെ ചൂണ്ട ഇടയ്ക്ക് ഇതിന് ഒരു അടി ഉണ്ടായി ഗൈസ്, അതെടുക്കാൻ പറ്റിയില്ല. ചൂണ്ടയ്ക്ക് വേണ്ടി അടി ഉണ്ടാക്കിയായിരുന്നു കുറച്ച് മുമ്പേ. അപ്പോൾ എന്തുവാ അച്ചാച്ചൻ വരുന്നതിന് മുന്നേ നമുക്ക് പോകാം, അല്ലെങ്കിൽ ഈ ചൂണ്ട മിക്കവാറും കാണത്തില്ല ഇങ്ങനെ അടി ഉണ്ടാക്കിയാൽ. അപ്പോൾ ഞാനാണെങ്കിൽ ചൂണ്ട വെച്ച് നമുക്ക് നമ്മുടെ അവിടെ തന്നെ മതി. ഇവിടെ നമുക്ക് ഒരു മീനേ കിട്ടിയുള്ളൂ. നമ്മുടെ വെള്ളപ്പൊക്കത്തിന് കിട്ടിയ പൂച്ചനെ നമ്മൾ കണ്ടുമുട്ടി. ചെമ്പരത്തിപ്പൂ നമ്മൾ പറിച്ചു വെച്ചിട്ടുണ്ട്. ഇതുണ്ടാക്കാനാന്ന് തോന്നുന്നു താളി. ഇനി ചെമ്പരത്തിപ്പൂ ഭയങ്കര ഇഷ്ടം കേട്ടോ. ചിലർ ഈ ചെമ്പരത്തിപ്പൂ വട്ടമുള്ളവർ വെക്കുന്നതാണെന്നൊക്കെ പറയാറില്ലേ, പക്ഷെ ഇത് കണക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു പൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പൂവാണ് ഗൈസ്. അപ്പം ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ പിടിച്ച മീനാണിത്. ഇതിനകത്ത് കല്ലുമുട്ടിയാണെന്ന് തോന്നുന്നു ഫുള്ള്. 2 പരലെങ്ങാണ്ടുണ്ട്, പക്ഷെ അതിനെ കാണാൻ പോലും ഇല്ല. ഈ കല്ലുമുട്ടിയുടെ ഇടയിൽ കിടന്നിട്ടേ പരലിനെ കാണാൻ പറ്റുന്നില്ല. വലുത് 2-3 എണ്ണമൊക്കെ ഉണ്ട്. ചെറുതാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ ഇത് വറുത്ത് തിന്നാൻ എന്നാ ടേസ്റ്റാണെന്നറിയോ ഗൈസ്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് രാവിലെ മുതൽ പിടിച്ച സാധനമാണ്. നല്ല രസമായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് പിടിക്കണം എന്നുള്ളൊരിതാണ്. വെള്ളപ്പൊക്കത്തിന് മിക്കവരുടെ വീട്ടിലും ചൂണ്ട കാണും കേട്ടോ, ഇങ്ങനെ എന്തുവാ പിടിക്കാൻ വേണ്ടി. റൂമിലൊക്കെ വരുമല്ലോ, വീടിനകത്ത് ഫുള്ള് മീനായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചുമ്മാ വീട്ടിലിരുന്ന് തന്നെ ചൂണ്ടയിട്ട് പിടിക്കാം. പിന്നെ സൈഡിൽ ജനലിൽ കൂടി പണ്ട് ഞങ്ങൾ ഇങ്ങനെ ചൂണ്ടയിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോഴും മീൻ കിട്ടും. അപ്പോൾ നല്ല രസമല്ലേ ഇങ്ങനെയൊക്കെ. അപ്പോൾ നമുക്കിന്ന് മീനെ കിട്ടിയതാണ് ഇത്രയും. കാണാമല്ലോ, നല്ല സൂപ്പർ മീനുകൾ കണ്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മീൻപിടുത്തം കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.